ശരണം അയ്യപ്പ എന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. എനിക്ക് പോകാൻ പറ്റണം. അപ്പൊ ഞാൻ അദ്ദേഹത്തിനെ കാണണമെങ്കിൽ 5000 രൂപ കൊടുക്കണം. ഞാൻ ഈ പൈസ ഒപ്പിച്ച് ഒരു ഏജന്റ് ഉണ്ട് അദ്ദേഹത്തിന് ആ ക്ഷേത്രത്തിൽ. അന്നത്തെ കാലമാണ്. അന്ന് ഞാൻ 5000 രൂപ കൊടുത്താലേ അദ്ദേഹം സംസാരിക്കുള്ളൂ. ഭക്തന്റെ ഞാൻ തുറന്നു പറയാം, സ്വാമിയെ വന്ന് കണ്ടോളൂ എന്ന് പറഞ്ഞു എന്നോട്. മകനെ കൊണ്ട് 18 മല ചവിട്ടാമെന്ന് നേർന്നോളൂ എന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞു. ഞാൻ ഇങ്ങനെ അദ്ദേഹത്തെ നോക്കി എനിക്ക് വരെ ഞാൻ പോയി എന്നുള്ളതാണ് പരമമായ സത്യം. എനിക്ക് മകനെ കിട്ടി. കണ്ഠർ രാജീവർ അറസ്റ്റിലാകുമ്പോൾ നടുങ്ങി നിൽക്കുന്നത് അയ്യപ്പ വിശ്വാസികളാണ്. വെള്ളിയാഴ്ച പുലർച്ചെ 4 മണിക്ക് ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്ത് ചോദ്യം ചെയ്യലിനായി കണ്ഠർ രാജീവരെത്തി. സഹായിയായ നാരായണൻ നമ്പൂതിരിയും ഒപ്പമുണ്ടായിരുന്നു. ചോദ്യം ചെയ്യലിന് വന്നു കയറിയ കണ്ഠർ രാജീവരോട് സഹായിയെ പുറത്തു നിർത്താൻ ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥർ ആവശ്യപ്പെട്ടു. തുടർന്ന് ക്രൈംബ്രാഞ്ച് മേധാവി എച്ച് വെങ്കടേഷിന്റെ നേതൃത്വത്തിൽ ചോദ്യം ചെയ്യൽ ആരംഭിച്ചു. ഒടുവിൽ വെള്ളിയാഴ്ച ഉച്ച കഴിഞ്ഞ് 3 മണിക്ക് കണ്ഠർ രാജീവർ അറസ്റ്റിലാകുമ്പോൾ വലിയ ചോദ്യങ്ങളാണ് കേരളത്തിൽ ഉയരുന്നത്. ശബരിമല തന്ത്രി സ്ഥാനത്ത് കർമ്മം അനുഷ്ഠിക്കുന്നവർ 2 പേരാണ്, കണ്ഠർ മോഹനരും കണ്ഠർ രാജീവരും. ഇവർ ഓരോ വർഷവും ഇടവിട്ട് ശബരിമലയുടെ ഉത്തരവാദിത്വം വഹിക്കുന്നു. ദൈവതുല്യരായ പലരും ഈ കേസിൽ വീഴുമെന്ന് നേരത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന എ പത്മകുമാർ മൊഴി നൽകിയിരുന്നു. അതിന് സമാനമാണ് ഇപ്പോഴത്തെ സംഭവവികാസങ്ങൾ. കണ്ഠർ രാജീവർ അറസ്റ്റിലാകുമ്പോൾ കണ്ഠർ മോഹനിലേക്കും ചില സംശയങ്ങൾ ഉയരുന്നു. 2018 വരെ ശബരിമല ശ്രീകോവിലിൽ കയറ്റില്ലായിരുന്നു കണ്ഠർ മോഹനരെ. ശബരിമല ക്ഷേത്രത്തിലെ തന്ത്രി കണ്ഠർ മോഹനർ നിരവധി വിവാദങ്ങളിൽപ്പെട്ട ഉഴലിയ ഒരു കഥാപാത്രമായിരുന്നു. ശബരിമല താന്ത്രികാവകാശം ഇപ്പോൾ കൊണ്ടു നടക്കുന്ന താഴ്മൺ കുടുംബത്തിലെ പ്രധാനികളിൽ ഒരാളാണ് മോഹനർ കണ്ഠർ. മോഹനർക്കെതിരെ ഒരിക്കൽ സ്വന്തം അമ്മ തന്നെ നൽകിയ ഒരു പരാതി, ആ പരാതി പൂർണ്ണമായും കേരളത്തെ നടുക്കിക്കളഞ്ഞിരുന്നു. മോഹനരും ഭാര്യയും ചേർന്ന് ലക്ഷക്കണക്കിന് രൂപയും കാറും തട്ടിയെടുത്തു എന്നായിരുന്നു മോഹനരുടെ സ്വന്തം അമ്മ നൽകിയ പരാതി. അമ്മയായി ദേവകി അന്തർജനം ഹൈക്കോടതിയിൽ നൽകിയ ഒരു ഹർജിയിൽ വളരെ ഗുരുതരമായ കുറ്റപ്പെടുത്തലുകളാണ് കണ്ഠർ മോഹനർക്കെതിരെ അന്ന് നടത്തിയത്. ശബരിമല മുഖ്യ തന്ത്രിയായിരുന്ന കണ്ഠർ മഹേശ്വരന്റെ ഭാര്യയാണ് ദേവകി അന്തർജനം. തന്റെ പേരുള്ള ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് 41 ലക്ഷം രൂപ മോഹനർ തട്ടിയെടുത്തു എന്നാണ് അമ്മ പരാതി നൽകിയത്. തനിക്ക് പ്രായമായതുകൊണ്ട് ബാങ്ക് ഇടപാടുകൾക്ക് മകനെ ചുമതലപ്പെടുത്തി, എന്നാൽ ഈ സാഹചര്യം ദുരുപയോഗപ്പെടുത്തി തന്നെ ചതിക്കുകയായിരുന്നുവെന്ന് മകനെക്കുറിച്ച് എഴുതിയ പരാതിയിൽ അമ്മ പറയുന്നു. ദേവകി അന്തർജനത്തിന്റെ പേരിൽ ഉണ്ടായിരുന്ന ഇന്നോവ കാറും അമ്മ അറിയാതെ മറ്റൊരാൾക്ക് മോഹനൻ മറിച്ചു വിറ്റു. തന്റെ ഉടമസ്ഥതയിലുള്ള ഭൂമിയിൽ ഭർത്താവിന്റെ, അതായത് കണ്ഠർ മഹേശ്വരുടെ ശവസംസ്കാര ചടങ്ങുകൾ നടത്താൻ മോഹനരും ഭാര്യയും അനുവദിച്ചില്ല എന്നും അമ്മ പരാതിയിൽ പറഞ്ഞിരുന്നു. ശബരിമല തന്ത്രി പരമ്പരയിൽ മുമ്പാണ് കണ്ഠർ മോഹനർ 2006 ജൂലൈ 23-ന് കണ്ഠർ മോഹനരെ കുടുക്കിയ ഒരു ബ്ലാക്ക്മെയിൽ കേസ്. കേരളത്തിലെ കുപ്രസിദ്ധ കുറ്റവാളിയായ ശോഭയും സംഘവുമായിരുന്നു അന്ന് ബ്ലാക്ക്മെയിലിന് പിന്നിൽ കളിച്ചത്. കാസർഗോഡ് സ്വദേശി ബെച്ചു റഹ്മാനും ഈ സംഘത്തിനൊപ്പം ചേർന്നു. ശോഭയുടെ ഫ്ളാറ്റിൽ എത്തിയ മോഹനരെ കത്തിയും കളിത്തോക്കും കാണിച്ച് ഭീഷണിപ്പെടുത്തി. ഒപ്പമുണ്ടായിരുന്ന സ്ത്രീക്കൊപ്പം നിർത്തി ഉടുതുണിയില്ലാതെ ഫോട്ടോ എടുപ്പിച്ചു. മോഹനരുടെ കൈവശമുണ്ടായിരുന്ന 27.5 പവൻ സ്വർണ്ണാഭരണങ്ങൾ ഈ സംഘം അപ്പോൾ തട്ടിയെടുത്തു. 20,000 രൂപ മൊബൈൽ ഫോണും അവർ കൈക്കലാക്കി. അതിനുശേഷമാണ് ഒരു സ്ത്രീക്കൊപ്പം നഗ്നയായി നിർത്തി ഫോട്ടോ എടുത്തത്. ഈ ഫോട്ടോ പത്രങ്ങൾക്ക് നൽകാതിരിക്കണമെങ്കിൽ 30 ലക്ഷം രൂപ തരണമെന്ന് പ്രതി മോഹനോട് ആവശ്യപ്പെട്ടു. പിന്നീട് ഈ കേസിൽ ശോഭയും മറ്റ് പ്രതികളും അറസ്റ്റിലായി. ലൈംഗിക സംബന്ധമായ കേസുണ്ടായതിന് തൊട്ടു പിന്നാലെ കണ്ഠർ മോഹനരെ തന്ത്രിസ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്തു. ശബരിമല സന്നിധാനത്ത് മോഹനരെ വിലക്കി ദേവസ്വം ബോർഡ് ഉത്തരവ് ഇറക്കി. എന്നാൽ തന്ത്രിസ്ഥാനം ഏറ്റെടുക്കുന്ന പിതാവ് മഹേശ്വരനെ അനുഗമിച്ച് ഒരു ദിവസം മോഹനരെ സന്നിധാനത്തിലെത്തി. ദേവസ്വം ബോർഡ് അധികൃതരും കണ്ഠർ മഹേശ്വരനും തമ്മിൽ വലിയ തർക്കം. മോഹനരെ ശ്രീകോവിലിനുള്ളിൽ പ്രവേശിപ്പിക്കരുത് എന്ന് ദേവസ്വം ബോർഡ് കട്ടയ്ക്ക് നിന്നു. എന്നാൽ മറ്റേവരെയും പോലെ ദർശനം നടത്തി പോകാനുള്ള അവകാശം തന്റെ മകനുണ്ടെന്ന് മഹേശ്വർ അന്ന് നിലപാടെടുത്തു. ഇതേ മോഹനർ പിന്നീട് തന്ത്രിസ്ഥാനം തനിക്ക് തിരിച്ചു നൽകാൻ 1 കോടി രൂപ വാഗ്ദാനമായി ദേവസ്വം പ്രസിഡന്റ് ആയിരുന്ന CK ഗുപ്തനെ സമീപിക്കും. CK ഗുപ്തൻ പ്രസിഡന്റ് ആയിരുന്ന കാലത്ത് മോഹനൻ ബ്ലാക്ക്മെയിലിംഗ് കേസിൽ കുടുങ്ങുന്നത്. ലൈംഗിക വിഷയത്തിൽ പിടിക്കപ്പെട്ട ഒരാൾ എന്ന നിലയിൽ മോഹനെ തന്ത്രിസ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തി. ഇതോടെ ശബരിമലയിൽ യാതൊരുവിധ അവകാശങ്ങളും ഇല്ലാത്ത ആളായി മാറി മോഹനൻ. ശബരിമലയിൽ തന്ത്രിസ്ഥാനം തനിക്ക് തിരികെ വേണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിച്ചെങ്കിലും ഹൈക്കോടതിയിൽ നിന്ന് അനുകൂല വിധി നേടാൻ മോഹനർക്ക് കഴിഞ്ഞില്ല. തുടർന്ന് CK ഗുപ്തനെ സമീപിച്ച് 1 കോടി വാഗ്ദാനം നൽകിയത്. പിതാവായ കണ്ഠർ മഹേശ്വരനും ഭാര്യയും മോഹനനും അടങ്ങുന്ന കുടുംബം തിരുവനന്തപുരത്ത് വഴുതക്കാടുള്ള തന്റെ വീട്ടിൽ വന്ന് നേരിട്ട് കണ്ടാണ് 1 കോടി രൂപ വാഗ്ദാനം ചെയ്തത് എന്ന് CK ഗുപ്തൻ പിന്നീട് വെളിപ്പെടുത്തി. ആദർശമില്ലായ്മയും അഴിമതിയും മാത്രമല്ല മറ്റു ചില വിവാദങ്ങളും ക്ഷണിച്ചു വരുത്തി കണ്ഠർ മോഹനൻ കേസുകൾക്കപ്പുറം തന്ത്രി കണ്ഠർ മോഹനരുടെ താന്ത്രിക ജ്ഞാനവുമായി ബന്ധപ്പെട്ട വാർത്തകൾ അക്കാലത്ത് മാധ്യമങ്ങളിൽ നിറഞ്ഞാടി.
ശബരിമല ക്ഷേത്രത്തിന്റെ ശ്രീകോവിലിനുള്ളിൽ കയറിയിട്ടുണ്ടെന്നും വിഗ്രഹത്തെ തൊട്ടിട്ടുണ്ടെന്നും അവർ വെളിപ്പെടുത്തിയിരുന്നു. കന്നഡ നടി ജയമാലയുടെ ആ വെളിപ്പെടുത്തൽ അന്ന് കേരളത്തെ പിടിച്ചുലർത്തിയിരുന്നു. പിന്നീട് ശബരിമലയിലെ ക്രമക്കേടുകളെക്കുറിച്ച് അന്വേഷിക്കാൻ ജസ്റ്റിസ് KS പരിപൂർണൻ കമ്മീഷനെ നിയോഗിച്ചു. ഈ കമ്മീഷൻ മോഹനെതിരെ വിചാരണ ചെയ്തതിന്റെ റിപ്പോർട്ട് പറഞ്ഞിരുന്നത് ഞെട്ടിപ്പിക്കുന്ന പല വെളിപ്പെടുത്തലുകളും തന്ത്രിക്ക് വേണ്ട പ്രത്യേക അറിവുകളോ ശാന്തിപ്പണിയുടെ പ്രാഥമിക പാഠങ്ങളോ കണ്ഠരര് മോഹനർക്കില്ല. ജസ്റ്റിസ് പരിപൂർണ, ജസ്റ്റിസ് BM തുളസീദാസും ചേർന്ന് നടത്തിയ വിസ്താരത്തിൽ പങ്കെടുത്ത് സംസാരിച്ച മോഹനർക്ക് പല ചോദ്യങ്ങൾക്കും ഉത്തരവുമില്ല. സംസ്കൃതം അറിയാമോ എന്ന ചോദ്യത്തിന് അറിയില്ല എന്നുത്തരം. സംസ്കൃതം അറിയാത്ത ഒരാൾ എങ്ങനെ ക്ഷേത്ര പൂജാരികളെ തിരഞ്ഞെടുക്കുന്ന ഇന്റർവ്യൂ ബോർഡിലെ പ്രധാന അംഗമായിരിക്കുന്നു എന്ന ചോദ്യത്തിനും ഉത്തരവുമില്ല. ഉദ്യോഗാർത്ഥികളുടെ പൂജകൾക്ക് മാർഗിടുക മാത്രമാണ് താൻ ചെയ്യുന്നത് എന്ന കണ്ഠരര് മോഹനരുടെ മറുപടി തങ്ങൾ പാരമ്പര്യമായി താന്ത്രിക കുടുംബമാണെന്ന് മാത്രമായിരുന്നു മോഹനർക്ക് പറയാനുണ്ടായിരുന്നത്. ഈ കമ്മീഷനെ ചുടിപ്പിച്ചു. അച്ഛൻ ആനപ്പുറത്ത് കയറിയതിന്റെ തഴമ്പ് മകന് കാണണമെന്നില്ല എന്നാണ് കമ്മീഷൻ അതിന് മറുപടിയായി പറഞ്ഞത്. വേദങ്ങൾ പഠിച്ചിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് മോഹനർക്ക് ഇല്ല എന്ന ഉത്തരം. വേദമന്ത്രങ്ങളും തനിക്കറിയില്ല എന്ന് മോഹനർ സ്വയം സമ്മതിക്കുന്നു. ഭാഗ്യസൂക്തം അറിയാമോ എന്ന ചോദ്യത്തിന് ഇല്ല എന്നും ഉത്തരം. ഇതൊന്നും അറിയാതെ എങ്ങനെ ശബരിമലയിലെ പൂജകൾ നടത്തുന്നു എന്ന് തിരക്കിയപ്പോൾ മറ്റു ചില മന്ത്രങ്ങൾ ഉപയോഗിച്ച് നടത്താൻ പൂജകൾ ചെയ്യാറുള്ളതെന്ന് മോഹൻ വിശദീകരിക്കുന്നു. ഗണപതി ഹോമം നടത്താൻ ഭാഗ്യസൂക്തം അറിഞ്ഞിരിക്കേണ്ടതല്ലേ എന്ന് കമ്മീഷൻ ചോദിച്ചപ്പോൾ മറുപടിയൊന്നുമില്ല. മോഹനർക്ക് ഗണപതി ഭഗവാന്റെ നാൾ ഏതാണെന്ന് കമ്മീഷന്റെ ചോദ്യത്തിന് കമ്മീഷൻ അത്ഭുതപ്പെടുത്തി അറിയില്ല എന്നുത്തരം. ശബരിമലയുടെ തന്ത്രിയായ കണ്ഠരര് മോഹനർക്കെതിരെ കൂടുതൽ ചോദ്യങ്ങൾ ചോദിച്ച് ബുദ്ധിമുട്ടിക്കില്ല എന്ന് പറഞ്ഞ ആ വിസ്താരം അവസാനിപ്പിക്കുകയായിരുന്നു ജസ്റ്റിസ് പരിപൂർൺ കമ്മീഷൻ. ഒടുവിൽ 12 വർഷം വിലക്ക് നീക്കി 2018 കണ്ഠരര് മോഹനർക്ക് ശബരിമല താന്ത്രി സ്ഥാനത്തേക്ക് തിരിച്ചു വരാനുള്ള അനുമതി കിട്ടി. ശബരിമലയിൽ നടന്ന അഷ്ടമംഗലം ദേവപ്രശ്നത്തിൽ തന്ത്രിയെ തിരികെ കൊണ്ടുവരുന്നതിൽ എതിർപ്പില്ലെന്ന് ദേവസ്വം ബോർഡ് അറിയിക്കുകയായിരുന്നു. ദേവസ്വം ബോർഡ് അനുകൂല നിലപാടെടുത്തതോടെ ശബരിമലയിൽ പൂജകൾ ചെയ്യാനുള്ള അനുവാദവും മോഹനർക്ക് തിരികെ ലഭിച്ചു. ഈ വിവാദപരമായ സംഭവങ്ങൾ അരങ്ങേറുന്നത് 2018-19 കൊള്ളയ്ക്ക് തൊട്ടു മുൻപുള്ള വർഷം. ഊഴമനുസരിച്ച് തന്ത്രി സ്ഥാനം മാറി വരുന്ന ശബരിമലയിൽ മോഹനരുടെ പിതൃ സഹോദരന്റെ മകനായ കണ്ഠരര് രാജീവൻ തൊട്ടടുത്ത വർഷം തന്ത്രിയായി സേവനം അനുഷ്ഠിക്കും. ശബരിമല യുവതീ പ്രവേശന വിഷയം നടക്കുമ്പോൾ അന്ന് കണ്ഠരര് മോഹനനായിരുന്നു ശബരിമല തന്ത്രി. അന്ന് രാഹുൽ ഈശ്വരെ പരസ്യമായി തള്ളിപ്പറഞ്ഞിരുന്നു കണ്ഠരര് മോഹനെ. ഇദ്ദേഹത്തിന്റെ സഹോദരിയുടെ മകനാണ് രാഹുൽ ഈശ്വർ. രാഹുൽ ഈശ്വർ തന്ത്രി കുടുംബമല്ലെന്നും ശബരിമലയിൽ രാഹുലിന് യാതൊരുവിധ അവകാശങ്ങളില്ലെന്നും അന്ന് കണ്ഠരര് മോഹനെ പ്രഖ്യാപിച്ചിരുന്നു. ശബരിമല വിഷയത്തിൽ മോഹനർക്ക് അഭിപ്രായം പറയാൻ യോഗ്യതയില്ല എന്ന തരത്തിൽ അദ്ദേഹത്തെ പരിഹസിച്ച് BJP തലവൻ TG മോഹൻദാസ് അന്ന് രംഗത്ത് വന്നിരുന്നു. ഒരിക്കൽ തന്ത്രിയുടെ ബ്രഹ്മചര്യത്തെക്കുറിച്ച് തങ്ങൾക്കറിയാമെന്ന പരിഹാസ രൂപേണ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പരാമർശിച്ചതും കേരളം മറന്നിട്ടില്ല. വിവാദങ്ങളുടെ കൊടുങ്കാറ്റുയർത്തിയ തന്ത്രി കണ്ഠരര് മോഹനര് ഇപ്പോഴിതാ തന്ത്രി കണ്ഠരര് രാജീവർ വീഴുമ്പോൾ അത് അയ്യപ്പ വിശ്വാസികൾ കേൾക്കുന്ന ഏറ്റവും വലിയ ക്ഷതമായി മാറുന്നു. ദൈവതുല്യരായി നമ്മൾ കാണുന്ന ആളുകൾ ഇത്തരക്കാരോ എന്ന് ചോദിച്ചു പോകുന്നതും ഇത്തരം ചരിത്ര വസ്തുക്കളുടെ പശ്ചാത്തലത്തിലാണ്. എന്തായാലും കണ്ഠരര് രാജീവര് പിടിയിലാകുമ്പോൾ ഇനി അടുത്തതാരിലേക്ക് എന്നുള്ളത് ഒരു വലിയ ചോദ്യം തന്നെയാണ്.